സുഹൃത്തുക്കളെ, ഞാൻ അനിൽ MD 2024 ചില വിശേഷങ്ങളുമായി നിങ്ങളെ ഹെറിറ്റേജ് സോണിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥിയായെത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ. ആഘോഷങ്ങളുടെ ഭാഗമായി 75 രൂപ നാണയവും പുറത്തിറക്കി. ഡോക്ടർ BR അംബേദ്കറുടെ 125 അടി ഉയരമുള്ള വെങ്കല പ്രതിമ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ അനാച്ഛാദനം ചെയ്തു. ആകാശത്ത് 25 കിലോമീറ്റർ അകലെയുള്ള 4 ലക്ഷ്യങ്ങളെ ഒരേ സമയം തകർക്കാൻ ശേഷിയുള്ള ആകാശ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു ഇന്ത്യൻ എയർഫോഴ്സ്. തമിഴ്നാട്ടിലെ ചെന്നൈ, കോവൈ, മധുരൈ, തിരുച്ചി എന്നീ നഗരങ്ങളിലായി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അരങ്ങേറി. ഭാഗ്യചിഹ്നം വീരമംഗൈ. India's first solar mission Aditya L1 was successfully inserted in the HALO orbit. സ്റ്റാർട്ടപ്സ് അൺലോക്കിംഗ് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ എന്ന പ്രമേയത്തോടെ ജനുവരി 16 നാഷണൽ സ്റ്റാർട്ടപ്പ് ഡേ ആചരിച്ചു. ജമ്മു കാശ്മീരിലെ ഭീകരവാദികളെ തുരത്താനുള്ള ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഉദ്യമമാണ് ഓപ്പറേഷൻ സർവശക്തി. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം അടൽ സേതു മുംബൈയിൽ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. നത്തിങ് ലൈക്ക് വോട്ടിംഗ്, ഐ വോട്ട് ഫോർ ഷുവർ എന്ന പ്രമേയവുമായി ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആചരിച്ചു. ഇന്ത്യയിൽ ആദ്യമായി പെൺകുട്ടികൾക്ക് മാത്രമുള്ള സൈനിക സ്കൂൾ ഉത്തർപ്രദേശിലെ വൃന്ദാവനിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി അർജുന അവാർഡിന് അർഹനായി. ഇന്ത്യയും UAEയും സംയുക്തമായി സംഘടിപ്പിച്ച സൈനികാഭ്യാസമാണ് ഡെസർട്ട് സൈക്ലോൺ. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീങ് പ്രമേയമാക്കി ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം ആചരിച്ചു. മനുഷ്യ തലച്ചോറിൽ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്തു ഇലോൺ മസ്കിൻ്റെ സ്ഥാപനം ന്യൂറാലിങ്ക്. മൂൺ സ്നൈപ്പർ എന്നറിയപ്പെടുന്ന സ്ലിം മിഷൻ വിജയിച്ചതോടെ ചന്ദ്രനിൽ എത്തുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 5ാം സ്ഥാനത്തായി ജപ്പാൻ. പുരപ്പുറത്ത് സൗരോർജ്ജ പാനൽ സ്ഥാപിച്ച് ഇലക്ട്രിസിറ്റി ബിൽ കുറയ്ക്കുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് PM സൂര്യോദയ യോജന. ഇന്തോനേഷ്യയിലെ മൗണ്ട് ലെവോട്ടോബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. പടിഞ്ഞാറൻ ഐസ്ലൻഡിൽ പൊട്ടിത്തെറിച്ചത് സിലിംഗർ ഫെൽ. The campus of Boeing India Engineering and Technology Center was opened in Devanahalli, Bengaluru. ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്ന പ്രമേയത്തോടെ ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആചരിച്ചു. രാജ്യത്താദ്യമായി റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ സഡക് സുരക്ഷാ ഫോഴ്സിന് രൂപം നൽകി പഞ്ചാബ്. സംസ്ഥാനത്ത് ജൂലൈയിൽ നടന്ന രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയൊരുക്കി കൊച്ചി നഗരം. ഷൂട്ടിംഗ് താരം പ്രീതി രജക് കരസേനയിലെ ആദ്യ വനിതാ സുബേദാറായി ചുമതലയേറ്റു. കൈരളി എന്ന പേരിൽ സംസ്ഥാനത്താദ്യമായി AI പ്രോസസ്സർ വികസിപ്പിച്ചു കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ലൂണ മിഷൻ ഒഡീസിയസ് ലാൻഡഡ് ഓൺ ദ മൂൺ. തിരുവനന്തപുരം കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായി. ഓസ്ട്രേലിയയിലെ ഡീക്കിൻ യൂണിവേഴ്സിറ്റി ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ക്യാമ്പസ് തുറന്നു. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അധ്യക്ഷയായി S. ശ്രീകല നിയമിതയായി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഓൾ.